വാർത്താക്കാട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഓർത്തില്ല വാക്കുകൾ തിരിഞ്ഞു ഒത്തുവെന്ന്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം കൂടിയാണല്ലോ അത്. PM ശ്രീയിലും ഹെലികോപ്റ്റർ യാത്രകളിലും കടമെടുപ്പിലും എല്ലാം നമ്മൾ അത് കണ്ടതുമാണ്. ചുരുക്കം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. കാര്യത്തിലേക്ക് വരാം. അത്തം കഴിഞ്ഞിട്ടും ഓണക്കിറ്റ് വിതരണം ഇതുവരെയും ട്രാക്കിലാക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പണ്ട് ഓണം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കുട്ടികൾക്ക് ലഭിക്കാതിരുന്ന ആ കാലഘട്ടം പോലെ തന്നെ. റേഷൻ കട വഴി 6 ലക്ഷത്തിലധികം കാർഡുകൾക്ക് നൽകേണ്ട ഓണക്കിറ്റിൽ ഇതുവരെ വിതരണം ചെയ്ത കിറ്റുകളുടെ എണ്ണം 26,342. സാധനങ്ങളില്ലെന്നാണ് സപ്ലൈകോ പറയുന്നത്. അതുകൊണ്ട് പാക്കിങ്ങും നടക്കുന്നില്ല. അതുകൊണ്ട് കാർഡ് ഉടമകൾക്ക് സൗജന്യ കിറ്റുമില്ല. ഇത് ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് 2023 തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുൻകൂറായി പറഞ്ഞു കഴിഞ്ഞു. അതോടെ സതീശനും മിണ്ടാട്ടമില്ല. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് 10 കിറ്റ് വിതരണം തുടങ്ങി 25-നകം തീർക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഇത് വിശ്വസിച്ച് റേഷൻ കടകളിലേക്ക് എത്തുന്നവരാകട്ടെ വെറും കൈയോടെ മടങ്ങുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ തുണിസഞ്ചില്ലെന്ന് പറഞ്ഞ് കിറ്റ് വിതരണം തന്നെ നടത്തിയിട്ടില്ല. വെള്ളിയാഴ്ച വരെ 7000 കിറ്റാണ് കടകളിലെത്തിയത്. ശനിയും ഞായറും അവധി, വിതരണം മുടങ്ങി. തിങ്കളാഴ്ചയോടെ സ്റ്റോക്ക് നിറയ്ക്കും എന്ന് പറഞ്ഞു, അതും ഉണ്ടായില്ല. ഓണത്തോടനുബന്ധിച്ചുള്ള വിലക്കയറ്റത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകേണ്ട സ്പെഷ്യൽ അരിയും റേഷൻ കടകളിൽ എത്തിക്കുന്നതിലും സതീശൻ സർക്കാർ അമ്പേ പരാജയം. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നീല വെള്ള കാർഡുകൾക്ക് ഓണത്തിന് കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം. മുൻകാലങ്ങളിൽ 10 രൂപയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന അരിയാണ് 26 രൂപയ്ക്ക് നൽകുമെന്നതാണ് മറ്റൊരു വസ്തുത. വാക്കാണല്ലോ പ്രധാനം. ഇനി UDF സർക്കാരിന്റെ അറിവിലേക്കായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-നായിരുന്നു തിരുവോണം. ആഗസ്റ്റ് 26-ന് ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. 15 സാധനങ്ങൾ അടങ്ങിയ 6 ലക്ഷത്തിലധികം ഭക്ഷ്യക്കിറ്റ് നൽകി. മഞ്ഞ കാർഡുകാർക്ക് റേഷൻ കട വഴി വിതരണം ചെയ്തപ്പോൾ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിച്ചു. 99% കിറ്റും അന്ന് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 പ്രളയകാലത്തും കോവിഡ് മഹാമാരിക്കാലത്തെ പ്രതിസന്ധി സമയത്തും ഓണക്കിറ്റ് മുടങ്ങിയിട്ടില്ല, മുടക്കിയിട്ടുമില്ല. ഓണക്കാലത്ത് ആരും പട്ടിണി കിടക്കാതിരിക്കാൻ LDF സർക്കാർ കാണിച്ച കരുതലിന്റെ തുടർച്ചയായിരുന്നു 2021-22 കാലത്തെ വിപുലമായ ഓണക്കിറ്റ് വിതരണം. വാക്കാണല്ലോ പ്രധാനം. വാക്കേ.